മലയാള സിനിമാ മേഖലയെ തകർക്കുന്ന വിവാദമെന്ന മോഹൻലാൽ. വിവാദങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല. അമ്മയിലെ രാജി കൂട്ടായെടുത്ത തീരുമാനമാണ്. അമ്മയുടെ തലപ്പത്തേക്ക് പുതിയ ഭാരവാഹികൾ വരട്ടെ, സംഘടനയിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയിട്ടില്ലെന്നും മോഹൻലാൽ. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമെന്നും മോഹൻലാൽ പ്രതികരിച്ചു. മോഹൻലാൽ എവിടെയായിരുന്നു? ഒളിച്ചോടിപ്പോയെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടിപ്പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ്. ഏറ്റവും സ്വാഗതാർഹമാണ്. എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള നിയമം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മളൊരാൾ വിചാരിച്ചാൽ ആ നിയമത്തിനെ മാറ്റാനൊന്നും പറ്റില്ല. ഒരാൾക്ക് വേണ്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പ്രോപ്പറായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ല എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. സിനിമയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിലല്ല, കഴിഞ്ഞ 47 വർഷം സിനിമയുമായിട്ട് സഹകരിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുള്ള ഒരു കാലമാണിത്. സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എല്ലാം നോർത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇപ്പോൾ കാനിലൊക്കെ ഒരുപാട് സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ്. ഇത് വലിയ നാഷണൽ ന്യൂസായി ഇന്റർനാഷണൽ ന്യൂസായിട്ട് ഈ വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ. നിങ്ങളും എന്നോടൊപ്പം ആഗ്രഹിക്കൂ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ് ഉണ്ട്. ടിൻഡു, മോഹൻലാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ കൂടെ പറഞ്ഞത് സിനിമാ വ്യവസായത്തെ തകർക്കരുത് എന്നാണ്. പിന്നീട് മറ്റുള്ളവർക്ക് മറ്റൊരു സംഘടന രൂപീകരിക്കണമെങ്കിൽ അതുമാകാം, അതുപോലെ തന്നെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നുമൊക്കെയാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മലയാള സിനിമാ മേഖലയെ തകർക്കരുതെന്നാണ് അമ്മ മുൻ പ്രസിഡന്റ് മോഹൻലാൽ എന്ന മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുപോലെ തന്നെ താൻ വിവാദങ്ങളിൽ നിന്നും ഒളിച്ചോടിയിട്ടില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. അമ്മയിലെ രാജി കൂട്ടമായെടുത്ത തീരുമാനമാണ്. അമ്മയുടെ തലപ്പത്തേക്ക് പുതിയ ഭാരവാഹികൾ വരട്ടെ, സംഘടനയിൽ നിന്നും താൻ പൂർണ്ണമായും ഒഴിഞ്ഞു മാറിയിട്ടില്ലെന്നും മോഹൻലാൽ എന്ന മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമെന്നും മോഹൻലാൽ പ്രതികരിച്ചു. കോടതിയിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനില്ലെന്നും മോഹൻലാൽ ഇന്ന് തിരുവനന്തപുരത്ത് പ്രതികരിക്കുകയുണ്ടായി. അതുപോലെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും മോഹൻലാൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇപ്പോൾ ടിൻഡു ദാസ് ഉണ്ട്. ടിൻഡു, എന്തൊക്കെയാണ് മോഹൻലാൽ പറഞ്ഞത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങളാണ് മലയാള സിനിമയിലും അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിലുമൊക്കെ ഉണ്ടായത്. ഈ പ്രശ്നം റിപ്പോർട്ട് പുറത്തു വന്ന ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അമ്മയുടെ കൂടി പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാൽ പ്രതികരിക്കണമെന്ന് പലതവണ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും ഒക്കെ ആവശ്യപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിലാണ് സിദ്ദീഖിനെതിരെ ആരോപണം വരുന്നത്. അതിന് പിന്നാലെ ധാർമ്മികത നിലനിർത്തിക്കൊണ്ട് അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം രാജിവെക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ വന്നു. എന്നാലും അദ്ദേഹം അല്ലെങ്കിൽ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന മോഹൻലാൽ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖല സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും മികച്ച സിനിമാ ഇൻഡസ്ട്രിയാണ് മലയാളം സിനിമാ ഇൻഡസ്ട്രി. അപ്പോൾ ഈ ഒരു വ്യവസായ മേഖലയെ തകർക്കരുത് എന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഈ മലയാള സിനിമയെ പറ്റി ഇത്തരത്തിൽ വരുന്ന ആരോപണങ്ങൾ അത് ശരിയായിട്ടുള്ളതാണെങ്കിൽ തികച്ചും അത് അന്വേഷിക്കണം, അന്വേഷണത്തിലൂടെ കണ്ടെത്തണം, അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. കോടതിയിൽ ഇരിക്കുന്ന വിഷയങ്ങളാണ്, പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഈ പുറത്തു വന്നിട്ടില്ല. ഇത് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ള ഈ വിഷയങ്ങൾ കൂടി കോടതി കേട്ടതിനു ശേഷം ഇത്തരത്തിൽ കുറ്റക്കാരായിട്ടുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് പിന്നാലെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ അമ്മ സംഘടന എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. സംഘടന ഒരു വെൽഫെയർ സൊസൈറ്റി പോലെ അല്ലെങ്കിൽ പരസ്പരം സഹായിച്ചുകൊണ്ട് സ്വന്തം തൊഴിലിടങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നവർക്ക് പരസ്പരം സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അപ്പൊ ഈ സംഘടനയിൽ
ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ സംഘടന ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വന്നേക്കും. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് ഈ സംഘടനയുടെ സ്ഥാനത്ത് നിന്ന് മാറുന്നത്. ഇനി ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വരട്ടെ, ആരോപണങ്ങൾ ഉള്ളവർക്കും അല്ലെങ്കിൽ ഈ മീറ്റിംഗിൽ ആർക്ക് വേണോ മത്സരിക്കാം. തികച്ചും ജനാധിപത്യ രീതിയിലൂടെ ഓരോ അംഗങ്ങളെ തെരഞ്ഞെടുക്കും, ഓരോ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. മുന്നത്തെ പോലെ തന്നെ ഒരു വെൽഫെയർ സ്വഭാവം മുൻനിർത്തിക്കൊണ്ട് ഈ സംഘടന മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളിൽ ഇനി മറ്റൊരു കാര്യവും പ്രതികരിക്കാനില്ല, ഇനി ഒരു പ്രതികരണവും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. താനൊരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമല്ല. അത്തരത്തിൽ സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ആരോപിച്ചിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ രേഖാമൂലമുള്ളൊരു വസ്തുത പുറത്തു വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ട് എങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല. തെറ്റ് ചെയ്തവർക്കെല്ലാം ശിക്ഷ ലഭിക്കണം. ആരെങ്കിലും ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാടെടുക്കുകയുമില്ല. അത്തരത്തിലുള്ള നിലപാടെടുക്കുകയാണെങ്കിൽ അത് ഈ സിനിമാ മേഖലയെ തന്നെ കാര്യമായി ബാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തവരെല്ലാം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും തെറ്റ് ചെയ്തവരെ പുറത്തു കൊണ്ടുവരികയും വേണം. മലയാള സിനിമയിലെ ഒന്നോ രണ്ടോ പുഴുക്കുത്തുകൾ, ആ പുഴുക്കുത്തുകൾ കാരണം മലയാള സിനിമയെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള മലയാള സിനിമ മൊത്തം തെറ്റാണ് എന്ന് വരുത്തി തീർക്കാനോ ശ്രമിക്കരുത്. ഈ പുതിയ സംഘടനാ സ്വഭാവം വരണം. ഈ സംഘടനാ സ്വഭാവം മറ്റുള്ള ആളുകളെയും സഹായിക്കണം. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് ഈ സംഘടനയിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ട് സംഘടനകൾ തുടങ്ങണം. തുടങ്ങിയതിനു ശേഷം അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകണം. നേരത്തെയും സൂചിപ്പിച്ചതുപോലെ ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്, ഒരു വലിയ വ്യവസായ മേഖലയാണ്. ഒത്തിരി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു മേഖലയെ തകർത്തുകൊണ്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനേക്കാളും ഇത്തരത്തിൽ തെറ്റുകൾ ചെയ്തിട്ടുള്ളവർക്കെതിരെ ശിക്ഷ നൽകി അവർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതിനു വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടുള്ള സഹായം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇനി ഒരു പ്രതികരണം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഇനി മറുപടി പറയാനില്ല. ഇനി തന്നെ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ല. കാരണം കാര്യങ്ങളെല്ലാം സംഭവിച്ചു പോയി. അതിനി എന്ത് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ദൃശ്യ ടിജു, അതുപോലെ തന്നെ മോഹൻലാൽ പറയുകയുണ്ടായി ബദൽ സംഘടന, അതുപോലെ ഈ വെൽഫെയർ ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി മറ്റുള്ളവർക്ക് മറ്റൊരു ബദൽ സംഘടന രൂപീകരിക്കാമെങ്കിൽ അതുമാകാമെന്ന് പറഞ്ഞിരുന്നു. അതിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ഈ നിലവിൽ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു സംഘടന തുടങ്ങണമെങ്കിൽ ആ സംഘടന തുടങ്ങാം, ആ സംഘടനയുമായി മുന്നോട്ട് പോകാം. പരസ്പരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ആവശ്യമാണ്. കൂട്ടായ്മയുമായി മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കൂ. അതുകൊണ്ട് തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അതുപോലെ ടെക്നിക്കൽ മേഖലകൾ, അതുപോലെ തന്നെ സിനിമയുടെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ അമ്മയുടെ പുതിയ ജനറൽ ബോഡി വിളിച്ചു കൂട്ടും. അവിടെയും മത്സര സ്വഭാവം ഉണ്ടായിരിക്കും. അവിടെ മത്സരിച്ചുകൊണ്ട് ഭാരവാഹിത്വം ഏറ്റെടുക്കാം. ഈ സംഘടനയിലെ തീരുമാനങ്ങളെല്ലാം നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഇത് സിനിമാ മേഖലയെ ബാധിക്കുന്ന ഒരു ഗുരുതര പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ഗുരുതര പ്രശ്നം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു സംഘടനാ സ്വഭാവം നിലനിർത്തിയാൽ മാത്രമേ സാധിക്കൂ എന്നും വ്യക്തമാക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അതെന്തായാലും നന്നായി. കാരണം കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തതയോടെ അറിയാൻ പറ്റുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു നാഷണൽ ഹെഡ്ലൈൻ ആക്കി മാറ്റരുത്. ഇതൊരു നാഷണൽ ഹെഡ്ലൈൻ ആക്കി മാറ്റുകയാണെങ്കിൽ ഒരു സിനിമാ മേഖലയെ മൊത്തം, അതായത് ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു സിനിമാ മേഖലയാണ് മലയാള സിനിമ. മലയാള സിനിമയിൽ നിന്ന് ഒരുപാട് സംഭാവനകൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ആ സിനിമയുടെ പേരിൽ പോലും നമ്മളൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു നാഷണൽ ഹെഡ്ലൈൻ ആക്കി മാറ്റുകയാണെങ്കിൽ ഒരു മേഖല, ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ മേഖല പാടെ തകരും. അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഇത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണമെന്നൊരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്.
ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്രയും നാളും ഒരു പക്ഷേ മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ വന്നത്. കാരണം ഒന്നിനെ പറ്റിയും പഠിക്കാതെ ഉടനടി ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് നിയമ വിദഗ്ധരുമായി കൂടിയാലോചിച്ചുകൊണ്ട് നിയമവിദഗ്ധരുമായി സംസാരിച്ചുകൊണ്ട് ഈ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം രാജിവെക്കേണ്ടി വന്നത്. അതോടൊപ്പം തനിക്കും ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടതായിട്ട് വന്നു. കാരണം അതെല്ലാം നിയമത്തിന്റെ അല്ലെങ്കിൽ നിയമവിദഗ്ധരോട് സംസാരിച്ച് ഇനിയുള്ള ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം സൂചിപ്പിച്ചത്, സിനിമയിൽ മാത്രമാണോ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്, മറ്റു മേഖലയിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നില്ല. ആ സംഭവങ്ങൾ കൂട്ടി വായിച്ചുകൊണ്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളെയും കാണേണ്ടത് എന്നും കൂടി പറയുന്നുണ്ട്. അമ്മ എന്ന സംഘടന എല്ലാത്തിനും പ്രതികരിക്കാനും സാധിക്കില്ല എന്ന് പറയുന്നത് ചില ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ എന്ന സംഘടനയ്ക്ക് എല്ലാ ബാധ്യതകളും ഏറ്റെടുക്കേണ്ട എന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉയരുന്നു. ആ സമയത്തൊക്കെ എല്ലാവരും ആവശ്യപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ മോഹൻലാലിന്റെ പ്രതികരണം. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ വിവാദങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി മറ്റൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല. ഇത്ര മാത്രമാണ് പറയാനുള്ളത്. ഇത് മാത്രമാണ് മറുപടിക്ക് പകരം പ്രവർത്തിച്ചാണ് കാണിക്കേണ്ടിയുള്ളത്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇനി ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ദൃശ്യ ടിൻഡു, ഈ വാർത്താ സമ്മേളനത്തിലുടനീളം കൂടുതലായി പറഞ്ഞത് മലയാള സിനിമാ മേഖലയെ തകർക്കരുത് എന്ന് തന്നെയാണ്. ഒരു അഭ്യർത്ഥനയായിട്ടാണ് മോഹൻലാൽ ഇത് ഉന്നയിച്ചിട്ടുള്ളത്. ഈ വിവാദം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത്രത്തോളം മലയാള സിനിമയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് വേണ്ടേ കരുതാനായിട്ട്? തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ മേഖലയെ ബാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് മലയാള സിനിമയെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമയിലെ ഇത്തരം പ്രശ്നങ്ങൾ, അത് നമ്മൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടിയുള്ളത്, പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ലൈംഗിക ആരോപണങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങളിലേക്ക് മാത്രം ഈ വിഷയം ഒതുങ്ങി പോകുന്നുണ്ടോ എന്നുകൂടി ചർച്ച ചെയ്യേണ്ട ഘട്ടമാണ്. കാരണം നമുക്കറിയാം, തുല്യവേതനം ഉൾപ്പെടെ സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യമില്ലാത്തതുൾപ്പെടെ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ഒരേ രീതിയിൽ തന്നെ പരിഹരിക്കണമെന്നും അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും ഒക്കെയുള്ളൊരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി ഒരു പുതിയ സംഘടനാ സംവിധാനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അമ്മ സംഘടനയ്ക്ക് ഒരു ജനറൽ ബോഡി ഉണ്ടാകുമ്പോൾ, അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സംഘടന ഉണ്ടാകുമ്പോൾ എന്ത് തരം ആശയങ്ങളും സ്വീകരിക്കാൻ പ്രാപ്തമാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാം. ഈ ആശയങ്ങളൊക്കെ ചർച്ചയിലൂടെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ദൃശ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപക്ഷെ സിനിമാ മേഖലയെ തന്നെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. മുകേഷ്, സിദ്ദിഖ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ വന്ന ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് അമ്മ സംഘടന എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറയണോ, ഒരാൾക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. അത്തരത്തിൽ ആർക്കും ആർക്കും ഒരു തരത്തിലുള്ള മുൻഗണനയും സപ്പോർട്ടും നൽകാൻ സാധിക്കില്ല. കുറ്റം ചെയ്തവരെല്ലാം തെറ്റ് ചെയ്തവരെല്ലാം കുറ്റക്കാരാണ്. അവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് കൂടെ നിൽക്കും. അത്തരത്തിലുള്ള നടപടികളാണ് ഇന്ന് വേണ്ടത്. ഇനി ഇത്തരത്തിൽ ഒരു സംഭവങ്ങൾ ഉണ്ടാകാതെ ശ്രമിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാഹചര്യം വന്നാലും തിരുത്തേണ്ട ഘട്ടത്തിലാണ് നിൽക്കുന്നത്. തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടുക തന്നെ ചെയ്യും. സിനിമാ മേഖല എന്തു തന്നെ, മലയാള സിനിമാ മേഖല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ദൃശ്യ തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.